തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം നടത്തുമ്പോൾ ആ വിഷയങ്ങളൊന്നും തന്നെയും ഒരു വ്യക്തമായ വിശദീകരണം നൽകിയില്ല. ഒന്ന്, ഇങ്ങനെ ആരോപണങ്ങൾ വരുമ്പോൾ ഒന്ന് അന്വേഷിക്കാൻ തയ്യാറാകണം, അല്ലെ? അന്വേഷണം പ്രഖ്യാപിക്കേണ്ട സാഹചര്യമല്ലേ? അതുപോലും ഞാൻ ഇന്നിപ്പോ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സർക്കാരിൻ്റെ അടിക്കലിളക്കുന്ന വിവരങ്ങളാണെന്നാണ് ഈ എഴുതിയ ആൾ തന്നെ പറയുന്നത്. ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും വിശ്വാസ്യത തകരും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു വിഷയം വരുമ്പോൾ ആ വിഷയത്തോട് പ്രതികരിക്കാൻ CPM സന്നദ്ധരാകാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. CPMൻ്റെ ചാനൽ അങ്ങനെ ശ്രമിക്കാതിരിക്കുന്നതും മനസ്സിലാക്കാം. കാരണം CPMൻ്റെ ചാനൽ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നലെ ഇത്ര വലിയ ഗുരുതരമായിട്ടുള്ള വിഷയം വന്നിട്ട് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയ കേരളത്തിലെ ഒരു ചാനലും ഈ വിഷയം ചർച്ച ചെയ്യാൻ പോലുമുള്ള തൻ്റെ ഇടം കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനർത്ഥം ഈ വാർത്തകൾ മുക്കിക്കളയാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഈ വോട്ടർ പട്ടിക വിവാദം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ കേരള സർക്കാർ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന, വിദേശ നാണ്യ ചട്ടമടക്കം ലംഘിക്കുന്ന, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പടക്കം അസാധുവാകുന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടൊരു വിഷയം, അതും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ തയ്യാറുണ്ടോ? അതിനപ്പുറത്ത് ഉള്ള ഒരു വിഷയത്തെക്കുറിച്ചും ഇന്ന് പ്രതികരിക്കാൻ എനിക്ക് താല്പര്യം. ഒന്ന്, കേരളം സംബന്ധിച്ച വിഷയത്തിലേക്ക് വരാം. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി കേന്ദ്രമന്ത്രി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പരാതികൾ, അല്ലെങ്കിൽ പരാതിക്കാരെ വിളിച്ചിട്ടുള്ളത്, വിശേഷിപ്പിച്ചത് വാനരന്മാരെന്നാണ്. ഒരു ജനപ്രതിനിധി അത്തരത്തിലാണോ ഒരു വിഷയത്തിൽ ചോദിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇന്ന് ഈ പറയുന്ന കേരളത്തെ ബാധിക്കുന്ന ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വേറെ പ്രശ്നമില്ല. ബാക്കി എല്ലാ പ്രശ്നങ്ങളും അതിന്റെ താഴെയാണ്. ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെ അതുകൊണ്ട് കേരളത്തെ ബാധിക്കുന്ന ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് അത് മുക്കിക്കളയാൻ CPM ചാനൽ ശ്രമിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. ബാക്കി ചാനലുകൾ CPMനോടൊപ്പം നിന്ന് ഈ വിഷയം ജനശ്രദ്ധയിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് ഇന്ന് ഞാൻ മറ്റൊരു വിഷയത്തെക്കുറിച്ചും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ താങ്കളുടെ തന്നെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനയെ പറ്റി ഒന്നും പറയാനില്ലെന്നാണോ? മാത്രമല്ല, ഈ ഏറ്റവും കേരളത്തിൽ ഇന്ന് കേരളത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം CPMന്റെ തന്നെ അംഗമായിട്ടുള്ള ഒരാൾ പറയുന്നു, പാർട്ടിയുടെ വിശ്വാസ്യതയും സർക്കാരിന്റെ വിശ്വാസ്യതയും അടക്കം തകരുന്ന ഒരു സാഹചര്യമാണിത്. അത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിനേക്കാൾ വലിയ പ്രശ്നം ഇല്ലല്ലോ. മകനെ സംരക്ഷിക്കുക എന്നുള്ളത് അച്ഛന്റെ ധർമ്മമാണ്. ആ ധർമ്മമാണ് ഇവിടെ MP ഗോവിന്ദൻ നടത്തുന്നത്. മകനെ സംരക്ഷിക്കലാണോ, പാർട്ടിയെ സംരക്ഷിക്കലാണോ, കൊള്ള മുതൽ പങ്കുവെച്ചത് മുഴുവൻ സംരക്ഷിക്കലാണോ? ഇതൊക്കെ പുറത്തു വരട്ടെ. ഇത് മൂന്നിൽ ഏതാണ് എന്നുള്ളത് വസ്തുതകൾ പുറത്തു വരട്ടെ. അല്ലാതെ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന വിഷയമല്ല. ആ വിഷയത്തിൽ പ്രതികരിച്ചേ മതിയാവുള്ളൂ. ജനങ്ങൾ അല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പച്ചക്കള്ളം ന്യായീകരിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള പച്ചക്കള്ളമാണ് അല്ലെങ്കിൽ കൊള്ളയാണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ നിങ്ങളത് പ്രതികരിക്കാനേ തയ്യാറില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ തൃശ്ശൂരിൽ നടന്ന ഈ വ്യാജ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടും പ്രതികരിക്കാൻ തയ്യാറല്ല. അതിപ്പോ രാജ്യത്തെ കേരളത്തെ ഭരണഘടനാ സംവിധാനം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ പ്രതികരിക്കുക എന്നുള്ളത് താങ്കളുടെ ഉത്തരവാദിത്വമല്ലേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഇതാണ്. കാരണം കേരളത്തിലെ 2 സിറ്റിംഗ് മന്ത്രിമാർക്കെതിരായിട്ടാണ് ആരോപണം വന്നിരിക്കുന്നത്. ഒരു പാർട്ടി വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്നാണ് പറയുന്നത്. കേരളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികള് കള്ളക്കണക്ക് കൊടുത്തു എന്നാണ് ഇതിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ വിഷയം മുക്കിക്കളയാൻ വേണ്ടിയിട്ടുള്ള CPM ചാനൽ
നയം അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ആവർത്തിച്ച് CPM ചാനലിന്റെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാം. എന്റെ മറുപടി കേരളത്തെ ബാധിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് അന്വേഷണം നടന്നേ മതിയാവും, വിശദീകരണം തന്നേ മതിയാവും. തൃശ്ശൂരിൽ വ്യാജ വോട്ട് ചേർത്ത വിഷയത്തിലും താങ്കൾക്ക് പ്രതികരിക്കാനൊന്നുമില്ലെന്നാണോ? കേരളത്തെ ബാധിക്കുന്ന പ്രശ്നം സുരേഷ് ഗോപിയുടെ വീട്ടിലെ ബന്ധുക്കൾക്കടക്കം തൃശ്ശൂരിൽ വ്യാജ വോട്ട് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ആ വിഷയത്തിലൊന്നും തന്നെ താങ്കൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കേരളത്തെ ബാധിക്കുന്ന പ്രശ്നം കേരളമാണ് പ്രധാനം, രാജ്യമല്ല. രാജ്യത്തെ മറ്റ് കേരളമാണ് പ്രധാനം. കേരളത്തെ ബാധിക്കുന്നത് കഴിഞ്ഞിട്ടേ ലോകത്ത് എന്തുള്ളൂ. എനിക്ക് വോട്ടർമാരുടെ ഒരു പ്രശ്നവും അപ്പം ചർച്ച ചെയ്യേണ്ടതില്ല. രാജ്യത്തെ കേരളത്തിലെ ഓരോ പൗരന്റെയും ഓരോ വോട്ടറിന്റെയും ഓരോ പൗരന്റെയും അവകാശമാണിത്. കേരളത്തിലെ ജനങ്ങളുടെ അറിയാനുള്ള അവകാശം. ഇത്തരത്തിൽ അപ്പം ഒരു അന്വേഷണം വേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പൂർണ്ണമായിട്ട് അന്വേഷണം നടക്കണം. അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഈ അഴിമതിയെ കുറിച്ച് അന്വേഷണം നടക്കണം. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി വരുന്ന ആരോപണങ്ങൾ താങ്കൾ ഇപ്പോഴും ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കള്ളക്കണക്ക് നൽകിയതിനെ കുറിച്ച് അന്വേഷണം നടക്കും. കേരളത്തിലെ സർക്കാരാണോ ഈ രാജ്യത്തെമ്പാടും നടക്കുന്ന വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഉത്തരവാദി എന്നാണോ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒറ്റ വാക്കിൽ ഒഴിഞ്ഞു മാറാൻ നടത്തുന്ന ശ്രമം, ആ ശ്രമത്തെ കുറിച്ച് അന്വേഷണം നടക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കേരളത്തിലെ ഇപ്പം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചു പറഞ്ഞത് അതിൽ ആരാണ് അന്വേഷിക്കുന്നത്? അതാണ് ഞാൻ ആദ്യം ഇതിപ്പോ ഞാൻ ഇത്രയും പറഞ്ഞില്ലേ, മാർക്സിസ്റ്റ് പാർട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടി സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്ന് അവർക്ക് ബോധ്യമുള്ള ഒരു ഏജൻസി ഏൽപ്പിക്കട്ടെ. കേരളത്തിലെ സർക്കാരിന് ബോധ്യമുള്ള ഒരു ഏജൻസി. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളാണോ അതോ ഈ പറഞ്ഞ മൊത്തം വിഷയം? ഇത് ഒരു വിഷയം മാത്രമല്ലല്ലോ, ഇതിൽ നിരവധി വിഷയങ്ങളുണ്ട്. തൃശ്ശൂരിലെ വോട്ടെടുപ്പിലെ ക്രമക്കേട് തൃശ്ശൂരല്ലല്ലോ ഇത്, CPM-ന്റെ നേതാക്കന്മാര് ജയിച്ച മണ്ഡലങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് CPM-ന്റെ നേതാക്കന്മാര് സമർപ്പിച്ചിട്ടുള്ള കള്ളക്കണക്കിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവരുടെ തന്നെ പാർട്ടി മെമ്പർ എന്താ DYFIയുടെ പെരിങ്ങാടി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കേന്ദ്രമന്ത്രി മത്സരിച്ച മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വ്യാജ വോട്ടുകളെ സംബന്ധിച്ചാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രതികരണം താങ്കൾ നടത്താൻ തയ്യാറല്ല. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിസ്സാരമായി കാണാൻ കഴിയും. കേരളമല്ലേ പ്രധാനം? കേരളം നമ്പർ 1. ആ നമ്പർ 1 ആയിട്ടുള്ള കേരളം നമ്പർ 1 ആയിട്ട് നിൽക്കണം. അപ്പൊ വാനരന്മാരെന്ന് സുരേഷ് ഗോപി വിളിച്ചാൽ പ്രശ്നമില്ല. അങ്ങനെ കേരളം നമ്പർ 1 ആയിട്ട് നിൽക്കാൻ കേരളം ഭരിക്കുന്നവർ സത്യസന്ധന്മാരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമല്ലോ. അതിനു വേണ്ടിയിട്ട് നടപടിയെടുക്കണം. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന കത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നിരവധി വിഷയങ്ങൾ. ആ വിഷയങ്ങളിൽ കള്ളക്കണക്ക് കൊടുത്തുന്ന ഒരാളല്ല, നിരവധി ആൾക്കാർ തിരക്കി. ഇപ്പൊ ഈ ജയിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇവരുടെ ഈ പട്ടികയിൽ? ബാലഗോപാല്, കടകംപള്ളി, ഇവരൊക്കെ കള്ളപ്പണം വാങ്ങിയെന്നല്ലേ പറയുന്നത്. ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത ഫണ്ട് ഈ ഫണ്ട് കണക്കിൽ കൊടുത്തിട്ടില്ലല്ലോ. ആരോപണമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിച്ചു. CPM നേതാക്കൾക്കെതിരെയുള്ള ആരോപണമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആദ്യം എന്റെ ചോദ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തോടും മുഖ്യമന്ത്രിയോടും സംസ്ഥാന സർക്കാരിനോടും. കാരണം നമ്മൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയമാണിത്. മാത്രമല്ല ഇതിൽ മാധ്യമങ്ങളെ അടക്കം നിശബ്ദരാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇന്നലെ ഒരാളും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നത്. ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം, ഇത്ര ഗുരുതരമായിട്ടുള്ള വിഷയം വന്നിട്ട് ആ വിഷയം ചർച്ച ചെയ്യാനേ തയ്യാറല്ല എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളെ നിശബ്ദരാക്കാൻ സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലത്തെ ചാനൽ ചർച്ചകളിൽ വൈകിട്ട് മാത്രമേ ചർച്ചകൾ ഇരുന്നിട്ടുള്ളൂ. 23 മണിക്കൂർ ചർച്ച ചെയ്യുന്ന 1 മണിക്കൂർ മാത്രം ചർച്ച ചെയ്യുന്നില്ല. വൈകിട്ട് വരെ ചർച്ചയാവുന്നുണ്ട്. ഇന്നും രാവിലെ മുതൽ എന്തുകൊണ്ട് ഈ ചാനൽ, അതായത് എല്ലാ പാർട്ടികളുടെയും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ടാണല്ലോ ഏറ്റവും ഒരു ചാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതല്ലേ രാത്രിയത്തെ ചർച്ച. ആ ചർച്ചയിലെടുക്കാൻ മാധ്യമങ്ങളുടെ, മറ്റേത് വാർത്തയാണ്, ഇത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമാണ്. ആ ചർച്ച ചെയ്യാനുള്ള അവസരമടക്കം കൊടുക്കാത്ത വിധത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിന് മാധ്യമങ്ങളെ അടക്കം നിശബ്ദമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം
കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതൊരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമാണ്, ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ്. താങ്കളോട് ചോദിക്കുകയാണ്, രാഹുൽ ഗാന്ധി ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം തെളിവുകൾ സഹിതം ഉന്നയിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകാതിരിക്കുകയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുന്നത് പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് മലയാള മാധ്യമങ്ങളോടാണ്. ഞാൻ മലയാളിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിട്ടുള്ള എൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ ജനങ്ങളോടാണ്. കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് ഇത്ര ഗുരുതരമായിട്ടുള്ള വിഷയം വരുമ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ ഈ വിഷയമാണ് സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ ഇന്നത്തെ വിഷയം ഞാൻ ഈ വിഷയം പറയുന്നു. ഈ വിഷയം മാത്രമേ ഇന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ. അതായത് ഈ വാനരന്മാരെന്ന് ഇനിയും സുരേഷ് ഗോപി വിളിക്കട്ടെ എന്നാണ് താങ്കൾ പറയുന്നത്. ഈ പരാതിക്കാർക്കെതിരെയൊക്കെ വാനരന്മാരെന്ന് ഇനിയും വിളിച്ചോട്ടെ സുരേഷ് ഗോപി എന്നുള്ളൊരു മൗന അനുവാദമാണ് താങ്കൾ കൊടുക്കുന്നത്. താങ്കളുടെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ പരാതി നൽകിയവരെ ഇത്തരം വാനരന്മാരെന്ന് അധിക്ഷേപിച്ചിട്ടുള്ളത്. അതിൽ താങ്കൾക്ക് മറുപടി ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. താങ്കൾക്കൊന്നും പറയാനില്ല. ചോദ്യം ഉത്തരവ് സ്വയം പറഞ്ഞതുണ്ട്. താങ്കൾക്ക് അതിലൊന്നും പറയാനില്ലല്ലോ. നിരവധി തവണയാണ് ചോദിക്കുന്നത്, ഒരു തവണയല്ല ഈ ചോദ്യം. നിരവധി തവണ ഞാൻ വിശദീകരിച്ചു. കേരള സർക്കാരാണ് ഇതിനെല്ലാം പ്രശ്നം എന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്. രാജ്യത്തെമ്പാട് നടക്കുന്ന വോട്ടർ പട്ടിക ക്രമക്കേടുകളിൽ താങ്കൾ വിശദീകരിക്കുന്നത് കേരള സർക്കാരിന്റെ കുറ്റമാണ്. ഇത് ചർച്ചയ്ക്കെടുക്കാത്താണ് താങ്കൾ പറയുന്നത്. ഈ കത്തിന്റെ പേരിലുള്ള ഒരു വിവാദം ചർച്ചയ്ക്കെടുത്തില്ല. രാജ്യത്തെമ്പാടും വോട്ടർമാർ നേരിടുന്ന പ്രശ്നങ്ങളിൽ താങ്കൾക്കൊന്നും പറയാനില്ല.